സാർ, അമേരിക്കയെ ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എപ്പോൾ നിലപാട് മാറ്റും, എപ്പോൾ മാറ്റി പറയും, ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു സ്ഥലകാല ബോധമില്ലാതെ പെരുമാറുന്ന ഒരു രാജ്യമായി, ആ നിലവാരം തന്നെ ഇല്ലാതാക്കുന്ന ഒരു രാജ്യമായി മാറി അമേരിക്ക എന്നുള്ളത്. പക്ഷേ ഇവിടെയാണ് ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും ഒരു വലിയ സൗഹൃദം ഉണ്ടാകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന് പോലും മൈ ഫ്രണ്ട് നരേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ആശംസ അറിയിച്ചത്. അപ്പോൾ ആ ഒരു ദൃഢബന്ധം അമേരിക്ക ചതിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇസ്രായേലും ഇന്ത്യയും കുറച്ചുകൂടി ബന്ധം ദൃഢമാക്കാൻ പോവുകയാണോ? തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിസ്സാരമല്ലാത്ത ഒരു കരാറാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പരസ്പരം സഹായിക്കാമെന്ന് പറയുമ്പം പാകിസ്ഥാൻ ഒരു ആണവ രാജ്യമാണ്. അപ്പോൾ G7 രാജ്യങ്ങൾ GCC രാജ്യങ്ങൾക്കകത്ത് ആകെ ആണവായുധം ഇപ്പോൾ ഉണ്ടെന്ന് അല്ലെങ്കിൽ പൊതുവെ അനൗൺസ് ചെയ്തിരിക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള രാജ്യം പാകിസ്ഥാനാണല്ലോ. അപ്പോൾ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവസ്ഥയും ആ രാജ്യത്തിൻ്റെ അകത്തെ ഭരണാധികാരിയുടെ മാനസികാവസ്ഥയും ഇനി ആ രാജ്യത്തെ നാളെ നയിക്കാൻ സാധ്യതയുള്ള ആര്? മുനീർ, അല്ലെങ്കിൽ ഇപ്പം തന്നെ മുനീറാണ് നയിക്കുന്നത്. ഇവനെന്ന് പറഞ്ഞാൽ പക്ക കോട്ടിട്ട തീവ്രവാദിയാണ്. അവനെയൊക്കെ നമ്മൾ ഇദ്ദേഹം എന്നൊക്കെ സംഭവം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് അവനെന്ന് വിളിച്ചത് കോട്ടിട്ട് തീർ. ഇയാളാണടുത്ത് അവിടുത്തെ ഒരുപക്ഷെ പട്ടാള ഭരണത്തിലേക്കും അല്ലെങ്കിൽ റെസ്യൂം ചേഞ്ചിന് അമേരിക്കയുടെ സഹായത്തോടുകൂടി അവസരം നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നാളെ കാലത്തെ പറയുന്നത് പോലെ അവിടുത്തെ പ്രധാനമന്ത്രി ആവാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ വരുമ്പം ആദ്യത്തെ അവസരത്തിൽ തുർക്കിയുടെ എർദോഗനെക്കാട്ടിൽ മോശം മാനസികാവസ്ഥയുള്ള ഒരു അവസരം വന്നാൽ ഇസ്രായേലിനെ അടിക്കും, അല്ലെങ്കിൽ നമ്മളെ അടിക്കും. അപ്പം ഇതിനകത്ത് ഇപ്പം അമേരിക്ക ഇപ്പം ചതിക്കും എന്ന് പറയുമ്പം അമേരിക്ക ചതിയൻ രാജ്യമാണ്. അവൻ്റെ കാര്യം എന്നുള്ളത് ഉള്ളത് അറിയാമല്ലോ. ഇപ്പം തന്നെ ഏറ്റവും അവസാനം യുക്രൈനെ ഒരു പരുവാക്കി. അതിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ കയറി, പല രാജ്യങ്ങളെ നന്നാക്കാനെന്ന് പറഞ്ഞ് ബംഗ്ലാദേശിൽ കയറി. എല്ലാ രാജ്യത്തിൻ്റെ അവിടെ കയറിയിട്ടുള്ള പാകിസ്ഥാൻ്റെ കാര്യം കയറിയിട്ടുള്ളിടം മൊത്തവും പിന്നെ നന്നായിട്ടേ ഇല്ല. അത് അവർക്ക് അതിൻ്റെ താല്പര്യമില്ല, അവരവരുടെ താല്പര്യം സംരക്ഷിച്ച് പോകും. പക്ഷേ ഇതേ അവസ്ഥയല്ല ഈ പറയുന്ന പോലെ ഇസ്രായേലുമായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിരുന്നത്. കാരണം അത് നടക്കത്തില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അമേരിക്ക സഹായിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലെന്ന്. അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഇല്ലാതെ പറ്റത്തില്ല. അമേരിക്കയുടെ നിലനിൽപ്പ് ഏതാണ്ട് പുറമേ കേൾക്കുന്നതിന് 20% സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ജൂതന്മാരാണ്. 20% ഒന്നും അല്ല ഈ പറയുന്ന പോലെ തന്നെ. ഏതാണ്ട് അറിഞ്ഞു അറിയാതെ അവരാ കൈകാര്യം ചെയ്യുന്നത്. അവർ ചവിട്ടിയാൽ അന്ന് നമ്മളിൽ ABS ബ്രേക്ക് ഉണ്ടല്ലോ, അതേപോലെ നിൽക്കുന്നവർ അമേരിക്കയൊക്കെ ഉള്ളൂ. പിന്നെ ടെക്നോളജി ആരുടെ ഈ പറയുന്ന സംവിധാനം ഇത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഞങ്ങൾ സഖ്യരാജ്യം പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് പോലെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നത് പോലെ കേൾക്കാൻ എന്തോ ഈ നമ്മുടെ ഒരു ജില്ലയുടെ അത്രയുള്ള ഒരു രാജ്യവും ഏതാണ്ട് 60 ലക്ഷം ജൂതന്മാരും ബാക്കി അവിടെ കിടക്കുന്ന മുസ്ലിംസാണ്. അവരെ ഒന്നും ആശ്രയിക്കാനൊന്നും അത്രയുള്ള വലിയൊരു മാനസികാവസ്ഥയുള്ള സ്വാമി വിവേകാനന്ദൻ്റെ ഹൃദയമായിട്ട് നടക്കുന്ന ആളുമൊന്നും അല്ലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതിൻ്റെ പുറകോട്ടിരുന്നവരും. ഇതാ അവിടുത്തെ കാര്യം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നേക്കുന്ന ട്രംപ് എന്ന് പറഞ്ഞാൽ പക്ക ബിസിനസ്സുകാരൻ, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബിസിനസ്സുകാരൻ നമുക്ക് മനസ്സിലാകും. അയാളിപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ പേരിലും മറ്റ് ചില താല്പര്യങ്ങളുടെ പേരിലും ഒക്കെ, അല്ലെങ്കിൽ ഏഷ്യയിലെ ചില രാജ്യങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ച് ചൈനയെ ലക്ഷ്യം വെച്ച് ചൈന ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി. കാരണം റഷ്യ അവിടെ നിന്ന് സഹായിച്ചുകൊണ്ട് കൊടുത്തു. റഷ്യക്ക് സാമ്പത്തികമായിട്ട് ഒക്കത്തില്ലെങ്കിൽ അതിനുള്ള കരുക്കൾ നമ്മൾ പറയത്തില്ലേ, ഇന്നടത്തൂടെ കയറി എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുന്ന റഷ്യയുള്ള ഇപ്പം രണ്ടാമത് നമ്മുടെ പുറത്തോട്ട് നിൽക്കാൻ. അതിന് വേണ്ടി ഇപ്പം പാകിസ്ഥാൻ ഈ സിന്ധുവിന് ശേഷം പണ്ട് പാകിസ്ഥാനകത്ത് അന്നും പാകിസ്ഥാൻ്റെ കൂടെ എന്നും പാകിസ്ഥാൻ്റെ കൂടെ നിന്നിട്ടുള്ളവരാണ്. ഇപ്പം നമ്മൾ ഈ സിന്ധുവിന് ശേഷം ഇതങ്ങ് പൊളിച്ചു. ആണ് ഇയാളിപ്പോഴും അതിനകത്ത് നിന്നിട്ട് കാര്യം പറയുന്നുണ്ടെന്നുള്ള കാര്യം, വർത്തമാനം പറയുന്നുണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഈ നൂർജാൻ എയർപോർട്ട് അവരുടെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അയാൾ പറയുന്നില്ല ഞങ്ങളുടെയാന്ന്. നാട്ടുകാർക്കാർക്കും വ്യക്തത ഇല്ലായിരുന്നു. നമ്മളിത് അവിടെ കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ ഞങ്ങളുടെ കൊച്ചാന്ന് പറഞ്ഞ് ചാടി വീണു. ഇപ്പം പുള്ളി ബാക്കിയുള്ളവരുടെ അത്രയും ക്രുക്കഡ് അല്ലാത്തതുകൊണ്ട് ഈ ശുദ്ധധികാരനും മഹാവണ്ടനുമാണല്ലോ ട്രംപ്. അതുകൊണ്ട് കൂടെ അങ്ങ് നിൽക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കുക. അപ്പം ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് മൊത്തം ഈ പറയുന്ന വ്യോമത്താവളങ്ങളുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലാണ്. എവിടെ? ഈ പാകിസ്ഥാനകത്ത്. അവന്മാരും കയറണമെങ്കിൽ ചേട്ടാ ഒന്ന് കയറിക്കോട്ടെ എന്ന് പറയുന്ന രീതിയാണ്. പാകിസ്ഥാൻ പട്ടാളത്തിന് കയറണം. അത് ബംഗ്ലാദേശിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സൈന്യ നീക്കം അറിയാമല്ലോ. കാരണം ബംഗ്ലാദേശിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ഭീകരർക്കെതിരെ സൈനിക നീക്കം എന്നല്ല എന്ന് വെച്ചാൽ പരേഡ്. അവന്മാരെ ഭീകരനെ എങ്ങനെ ഉണ്ടാക്കും, ഒരു ഭീകരനാ രാജ്യം ഭരിക്കുന്നത്. നാളെ കാലത്തെ ഈ പറയുന്ന പോലെ മുസ്ലിം രാജ്യമാക്കാൻ ഏതൊക്കെ ഇതുണ്ട്, ആ നിയമമുണ്ടോ, ആ നിയമം ഭരണഘടനയെല്ലാം അട്ടിമറിച്ച് ജനാധിപത്യം അട്ടിമറിച്ചിരിക്കുന്ന യൂനസിൻ്റെ കൂടെ നിന്ന് ഭീകരരെ എതിർക്കാൻ വേണ്ടി അവിടെ സൈനിക പരേഡ് നടത്താൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഇസ്രായേലിനറിയാം. അവരുടെ
നിലനിൽപ്പ് അവർ മാത്രം നോക്കിയിട്ടേ കാര്യമുള്ളൂ. ഈ ഒരു കരാർ, കാരണം ഇതുവരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്തിനാ? ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്നത് പോലെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ഇറാൻ എന്ന് പറയുന്ന രാജ്യമല്ല, ഇറാനാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ഞങ്ങൾ നശിച്ചാലും ഈ മതമൗലികവാദികളുടെ രാജ്യവും ആ മാനസികാവസ്ഥയുള്ള രാജ്യമാണല്ലോ. ഇപ്പം ഈ സൗദിയുടെ ഭരണാധികാരികളുടെ കൊണ്ട് വികസനവും മറ്റു കാര്യങ്ങളും ഒന്നും അല്ല നിൽക്കുന്നത്. അപ്പോൾ അവനങ്ങനെ നിൽക്കുന്നു, അതുകൊണ്ട് എതിർക്കാൻ നിൽക്കുന്നു. ഈ മാനസികാവസ്ഥയുള്ളവരാ ഒരു ഇപ്പം തന്നെ സൗദിയുടെ കാര്യം മനസ്സിലായി, ഈ മാനസികാവസ്ഥയുള്ളവൻ തന്നെയാണ്. ഈ മാനസികാവസ്ഥയുള്ളവനാണ് തുർക്കിയും ഖത്തറും അല്ലെങ്കിൽ ഈ പറയുന്ന അറേബ്യ രാജ്യങ്ങളൊക്കെ. അപ്പം ആ മാനസികാവസ്ഥയുള്ള കൂടുതൽ മാനസികാവസ്ഥയുള്ള ഒരാൾ അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്നത് പോലെ ഇവരുടെ ആകെ ശത്രു, ആദ്യത്തെ ശത്രു ആരാന്നറിയോ? ഇസ്രായേൽ. അത് കഴിഞ്ഞിട്ട് അമേരിക്ക. അപ്പം ആ ഇസ്രായേലിനെയും അമേരിക്കയും നേരിടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിനുവേണ്ടി ഒരു കോപ്പ് കൂട്ടലുകൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതല്ല തന്നെ ഇതിനകത്തൊരു വിഷയം. എത്ര വലുപ്പമുണ്ടെന്നറിയോ ഈ ഇസ്രായേലിന്? 4 വശവും ശത്രുക്കളാണ്. അവിടെ കൊണ്ടുവന്ന് ഇവർ കണക്കൂടി നിന്നില്ലെങ്കിൽ ഈ ഒരു ചെറിയ അണുബോംബ് വിട്ടാൽ അന്നേരം തീരും. പിന്നെ ചോദിക്കാനും പറയാനും പോലും ആരും കാണത്തില്ല. അങ്ങോട്ട് കൊണ്ടിട്ടാൽ തീരുന്ന രാജ്യമേ ഉള്ളൂ ഈ ജൂതൻ്റെ രാജ്യം. ഇതവർക്കറിയാം. ഇവർ പിന്നെ ഇത് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇടത്തില്ലയോ എന്നുള്ള അല്ലെങ്കിൽ ഇടത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ച് സമാധാനിച്ചിടാൻ പറ്റുമോ? അപ്പോൾ ഇത് ഇടാൻ സാധ്യതയുള്ളതും ആ മാനസികാവസ്ഥ ഉള്ളവനും ഇവിടെ അല്ല ജീവിതം സ്വർഗ്ഗത്താന്ന് വിചാരിക്കുന്നവനും ഒക്കെ ഈ പണി ചെയ്യും. അതുകൊണ്ട് ഇറാൻ്റെ കയ്യിൽ ഒരണുവായുധമെങ്കിലും ഉണ്ടായാൽ നാളെ കാലത്തെ ഒരു അവസരം കിട്ടിയാൽ അവരുടെ മണ്ടയ്ക്കിടുമെന്നറിയാം. ഇപ്പം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നവൻ്റെ കയ്യിൽ അണുവായുധം ഇരിക്കുന്നതിന് അവിടെ ഇരുന്നിട്ട് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞു ഈ അണുവായുധം വെച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഒരു അണുവായുധം ഇട്ടാൽ 140 കോടി ജനമുണ്ട്. നമ്മുടെ 40-50 കോടി പോയാൽ വീണ്ടും 50 കിടക്കുക. വലിയ വിശാലമാണ് നമ്മുടെ രാജ്യം. ലോകത്തെ എത്ര വലിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 6, 7, 8 ഒക്കെ ആയിട്ട് വരുന്ന രാജ്യമാണ് അത്. പക്ഷേ ഇസ്രായേലിന് അത് പറ്റുമോ? ഇസ്രായേലിന് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ തീരുമാനിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ ആയുധം താത്തു വെച്ചിട്ട് സമാധാനിച്ചിരിക്കുക, ഞങ്ങൾ എന്ന് ആയുധം താത്തു വെക്കുന്നു അന്ന് ഞങ്ങളുടെ രാജ്യമില്ല. അതേ രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, ഈ പറയുന്നത് പോലെ പാകിസ്ഥാൻ സൗദിയുമായിട്ട് ഒരു കൂട്ടുകെട്ട്, അമേരിക്ക അതിനകത്ത് ഒന്നും പറയാൻ നിൽക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ നിൽക്കുന്ന അപ്പം അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന. കാരണം ഈ ഒരു കൂട്ടുകെട്ടിനകത്ത് അപകടം വരാൻ ആദ്യ സാധ്യതയുള്ളത് ഇസ്രായേലും അല്ലെങ്കിൽ ആദ്യ സാധ്യതയുള്ളത് ഇന്ത്യയും ആരാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇത് കരുതലോടുകൂടി ഇരുന്നേ പറ്റത്തുള്ളൂ. കാരണം ഇന്ത്യ കയറി സൗദിക്ക് ഇതൊക്കെ അറിയാം, ഇസ്രായേലിൻ്റെ കാര്യം സൗദിക്ക് അറിയാം. ചുമ്മാതെ കയറി ചൊറിയാൻ പോയാൽ അവിടെ നിൽക്കുന്ന ഒരു രാജ്യമല്ല. അവർ സമയം കൊടുക്കത്തില്ല ചോദിക്കാനും പറയാനും, അത്രയ്ക്ക് വേഗതയുള്ള രാജ്യമാണ്. കാരണം അവർക്ക് അതിൻ്റെ കാര്യമില്ല. അപ്പം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തത് ഇവൻ ആരുടെയിലുമൊക്കെ ആളാന്ന് കാണിച്ച് നിൽക്കണം. ഇവന് നാളെ കാലത്ത് നിലനിൽപ്പ് വേണമെങ്കിൽ ആരെയിലൊക്കെ ചൊറിഞ്ഞും മാന്തിയും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കണം. സമാധാനത്തെ പോയിട്ട് നിലനിൽപ്പുണ്ടാക്കാനും ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല. മൊത്തം നശിച്ച് നാരണക്കല്ലായി. അതിനകത്ത് തന്നെ ആഭ്യന്തര യുദ്ധം, ഭീകരന്മാരുടെ പ്രശ്നം, സാമ്പത്തിക സംവിധാനമൊക്കെ ഇന്ത്യയോട് സിന്ധുവിന് ശേഷം അറിയാമല്ലോ, വെള്ളവും ഇല്ല, തണ്ണിയില്ല, മൊത്തം ഉള്ള കൃഷിഭൂമി, ഉള്ള GDP ഗ്രോത്തിനകത്തുണ്ടായിരുന്ന ഈ പഞ്ചാബ് പ്രവിശ്യയിലെ ഈ സിന്ധു അല്ലെങ്കിൽ ആ കരാറോടുകൂടി അവിടെ മൊത്തം നയിച്ചു. അവിടെ കൃഷിയൊന്നും സാധ്യമേ അല്ല. കാരണം കടൽ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ഇറങ്ങിക്കഴിഞ്ഞാലും ആയിരക്കണക്കിന് വർഷം കൊണ്ട് പഴയ രീതിയിലെ കൃഷിയോഗ്യമാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അവർക്ക് ആരുടെയെങ്കിലും കൂടെ നിൽക്കണം, ആരുടെയെങ്കിലും സഹായം വേണം. പക്ഷേ ഈ കരാറ് പുലിയുടെ വാലയെ പിടിച്ചതുപോലെ സൗദിക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. സൗദി ഇതോടുകൂടി ഇസ്രായേലിൻ്റെ ശത്രുവായി. കാരണം ഈ പുതിയ ഒരു ട്രംപ് വന്നതോടുകൂടി നേരത്തെ ചില കരാറുകളൊക്കെ റീഓപ്പൺ ചെയ്യുന്നതിനും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ പരസ്പരം ധാരണയോടുകൂടി പോകുന്നതിനും വേണ്ടി ഇസ്രായേലും സൗദിയും കൂടെ ഒക്കെ തീരുമാനിച്ച ഇപ്പോഴത്തെ ഒരു രാജാവുണ്ട്, അയാൾക്ക് അത്യാവശ്യം വികസനം വേണമെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോകങ്ങളുടെ കൂടെ ആ രാജ്യത്തെയും കൊണ്ടുപോകണമെന്നും ഒക്കെ ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ തീരുമാനം എന്തിൻ്റെ കെയർ ഓഫിൽ എടുത്തോ അല്ലെങ്കിൽ എന്തുകൊണ്ടെടുത്തോ എന്നതിനെപ്പറ്റി അറിയത്തില്ല. ഏതായാലും ഈ തീരുമാനം കുഴപ്പമാണ്. അമേരിക്ക ഇതിനകത്ത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം. ഈ ഒരു 4 കൊല്ലം, ഇനി ഒരു 3.5 കൊല്ലം, ഈ ഒരു 3.5 കൊല്ലം കൊണ്ട് അയാൾക്ക് അയാളുടെ വീടും അയാളുടെ കുടുംബവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളൊരു നീക്കം, രാജ്യസുരക്ഷയും സംരക്ഷണവും ഒന്നും അല്ല ട്രംപിൻ്റെ നീക്കം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ പേരിലായാലും ഈ മുനീറുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് ഇറങ്ങി അല്ലെങ്കിൽ നിൽക്കുന്നതിനിടെ ഒരുപക്ഷെ നമ്മളെ ശത്രുവായിട്ടും അല്ലെങ്കിൽ നമ്മളെ നാളെ പണിയുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മളതൊക്കെ കരുതിയാണ് നിൽക്കുന്നത് ആ രീതിയിലേക്ക്. അപ്പം ഇത് അമേരിക്കയെ വിശ്വസിക്കേണ്ട. അതുകൊണ്ട് ഇസ്രായേലും ഈ പറയുന്ന ഇന്ത്യയും തമ്മിൽ വളരെ കൃത്യമായിട്ട് ഒരു നീക്കവുമായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ലക്ഷ്യം പാകിസ്ഥാൻ തന്നെയാണ്. സൗദി അത്രയും അവർ കരുതുന്നില്ല. സൗദി പക്ഷേ ഈ ഒരു തീരുമാനമെടുത്തതിനകത്ത് ശത്രുത പിടിച്ചു പറ്റുന്നു. ആനുകൂല്യങ്ങൾ ഇതുവരെ സൗദി അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ സൗദിക്ക് ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് ഈ സൗദി എന്ന് പറയുന്നതൊക്കെ രാജ്യത്തിനകത്തുള്ള പ്രശ്നം എന്തോ നമുക്കറിയാം.
ഈ ഇവർ പറയുന്ന ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കും എണ്ണപ്പാടങ്ങളാണ് മൊത്തം. ഇവന്മാർ കൊണ്ടുവന്ന് ഒന്നും വേണ്ട, ഇവരെ ആരെയും ഉപദ്രവിക്കേണ്ട, 1 2 ബോംബ് കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഇട്ടൊക്കെ പോയാൽ മതി. ഇത് എത്ര കാലം കൊണ്ട് തണയ്ക്കാൻ പറ്റും? പോയില്ലേ. ആകപ്പാടെ നമുക്ക് 10 വെണ്ടയ്ക്ക കൃഷി ചെയ്താലും നമുക്ക് നാളെ ജീവിക്കും. ഇവൻ എന്താ ഇവിടെ കൊണ്ടുവന്ന് വെണ്ടയ്ക്ക ഉണ്ടാക്കും? അല്ല, ഇത് ആപ്പാടെയുള്ള ജീവിക്കാനുള്ള മാർഗം ഇതാ, അത് പൈസ കിട്ടുന്നതാ. ഇത് ആ രാജ്യത്തെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പാടുമില്ല. ഈ GCC രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഖത്തർ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ കുഴപ്പം അതാ. ഇസ്രായേലിനെ പോലുള്ള രാജ്യത്തിനടുത്ത് അപകടപ്പെട്ട് കയറി മസിൽ പിടിച്ചാൽ അവരുടെ ഒരു വിമാനം 1 മണിക്കൂർ കൊണ്ട് വന്ന് ഹൂന്നൊരു പോക്ക് വന്നതാണ് 4 5 എണ്ണപ്പാടത്തിന് തീ ഇട്ടു. ഇത് അണയ്ക്കാനൊന്നും പിന്നെ പറ്റത്തില്ല. അതോടുകൂടി എല്ലാ രീതിയിലും നശിച്ചു. അപ്പോൾ ആ രീതിയിലൊക്കെ തീരുമാനം അല്ലെങ്കിൽ അതൊന്നും നടക്കത്തില്ല. പക്ഷേ ഇത് സൗദിക്ക് നാളെ ഇപ്പോൾ എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ അടിക്കുകയോ, ഞങ്ങൾ സൗദിയുടെ കൂടെ അടിക്കുകയോ, ഞങ്ങൾ സൗദിയുടെ കൂടെ നിന്ന് അടിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ രാവിലെ വൈകിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെന്തുവാ, അവൻ മറ്റേനെ പെടുത്തുക. നമ്മൾ പറയത്തില്ലയോ ഈ വെള്ളത്തിനകത്ത് വീഴുന്നവൻ കെട്ടിപ്പിടിച്ചിട്ട് നമ്മളെ കൂടെ താക്കുമെന്ന്. സൗദിയും കൂടി ഈ അവസ്ഥയിലെത്തുക. ഈ നശിച്ചവൻ ആ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു പറയത്തില്ലേ. സൗദി ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് അതെ ഇവനെ പറയുന്നത് ശരിയല്ല. അതാ ഇപ്പോഴത്തെ ഒരു ഐതി.